സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം തീണ്ടൽ, തൊടിയിൽ തുടങ്ങിയ ദുരാചാരങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ചതാണ്. എന്നാൽ ഇന്ന് ചില ആളുകൾ അത് വർദ്ധിത വീര്യത്തോടു കൂടി കൊണ്ടു നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി. ഇന്ന് പൊങ്കാലയുടെ ദിവസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പത്നി പൊങ്കാലയിടുന്ന സന്ദർഭത്തിൽ അടുപ്പിലേക്ക് കലം വെക്കുകയും വിളക്ക് തയ്യാറാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കറുത്ത മനുഷ്യൻ അയാളുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ അയാൾ ആ മനുഷ്യനെ ഇടത് കൈ കൊണ്ട് ഇങ്ങനെ ആട്ടി മാറി നിൽക്ക് എന്ന ഭാവത്തിൽ അങ്ങേരെ ആട്ടി മാറ്റുന്ന ഒരു സംഭവം കാണുവാനിടയായി. വളരെ മനോവിഷമം തോന്നിയ ഒരു സന്ദർഭമായിരുന്നു അത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇതെല്ലാം തുടച്ചു നീക്കി എന്ന് നമ്മൾ അഭിമാനത്തോടുകൂടിയാണ് പറയുന്നതെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളുടെ മനസ്സിൽ ഇന്നും ഇത് വളരെ ശക്തമായി നിലനിൽക്കുകയാണ്. എന്നാൽ വെളുത്ത തൊലിയുള്ള ഒരാളാണ് അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ അയാൾ അടുത്തേക്ക് വിളിക്കും, ഉമ്മ കൊടുക്കും, കെട്ടിപ്പിടിക്കും, വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലികൾ. പക്ഷേ ഇതെത്ര മ്ലേച്ഛമാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള ഈ തിന്മകൾ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത്. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനിലൂടെ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ സംസ്ഥാനമാണ്. അതിനു മുമ്പായിരുന്നു ഇവിടെ ക്ഷേത്രത്തിൽ പാവപ്പെട്ടവർക്ക് കയറാൻ പ്രവേശനമില്ലായിരുന്നു, വഴി നടക്കാൻ അവകാശമില്ലായിരുന്നു. വൈക്കം സത്യാഗ്രഹമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വന്നാണ്. ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള വഴിയിലൂടെ പാവപ്പെട്ടവർക്ക് നടക്കാൻ അവകാശത്തിന് വേണ്ടിയിട്ടാണല്ലോ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അങ്ങനെ എത്ര മഹത്തായ സമരങ്ങളുടെയും അവകാശ പോരാട്ടങ്ങളുടെയും ഭാഗമായിട്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യന് വഴി നടക്കാനും ഒരു സ്കൂളിൽ പോകാനും പഠിക്കാനും ഒക്കെയുള്ള അവസരം ലഭിച്ചിട്ടുള്ളത്. ആ അവസരങ്ങൾ യഥേഷ്ടം ഉപയോഗിക്കാൻ ഇന്നും വാസ്തവത്തിൽ അവർക്ക് കഴിയുന്നില്ല. പൊതു ഇടങ്ങളിൽ നിന്നെല്ലാം ഈ താണ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ആട്ടിപ്പായിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ ഒരു കേന്ദ്രമന്ത്രിയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എത്ര ജുഗുപ്സാവഹമാണ്. മന്ത്രിയുടെ സ്ഥാനമൊക്കെ എത്ര മഹനീയമായിരുന്നു പണ്ട് കാലത്ത്. അംബേദ്കറൊക്കെ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിട്ടുള്ള ആളാണ്, ആദ്യത്തെ നിയമമന്ത്രിയാണ്. അവരൊക്കെ വെച്ചു പുലർത്തിയിട്ടുള്ള ഒരു അന്തസ് എത്ര ഉന്നതമാണ്. ഹിമാലയത്തോളം ഉയരമുള്ള ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മന്ത്രി പദവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ആ സ്ഥാനത്താണ് ഇത്തരത്തിലുള്ള ദുരാചാരികൾ കേന്ദ്ര മന്ത്രി പദം വഹിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് വലിയ പുച്ഛമാണ് തോന്നുന്നത്. ഇത്തരം മനുഷ്യർ എന്ത് സന്ദേശമാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു, വിമാനത്തിൽ കയറുന്നു, വലിയ വിലപിടിപ്പുള്ള കാറുകളിൽ സഞ്ചരിക്കുന്നു, വലിയ ഡ്രസ്സ് ധരിക്കുന്നു. ഇവരെയൊക്കെ പിന്താങ്ങാൻ കുറെ പിണ്ടം തിന്നികൾ പുറകിന് നടപ്പുണ്ട്. എന്നല്ലാതെ ചിന്തിക്കാനോ ബോധത്തോടുകൂടി സംസാരിക്കാനോ വകതിരിവ് പ്രകടിപ്പിക്കാനോ കഴിയാത്ത ഇത്തരം ആളുകളെ നമ്മുടെ നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കണം. അതാണ് സത്യത്തിൽ വേണ്ടത്. അയാൾ ആദ്യം മുതൽ തന്നെ എത്ര മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തത്. സ്വയം പരിഹാസ്യനാകുന്ന ഇതുപോലത്തെ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല. എത്ര ഗർഹണീയമാണ് അയാളുടെ പ്രവർത്തികൾ. അതുപോലെ തന്നെയാണ് വേറെ ഒരു കക്ഷിയുണ്ട്, അതും ഈ സെറ്റിൽപ്പെട്ട ഒരുത്തൻ തന്നെയാണ്, ജോർജ് കുര്യൻ പറയുന്ന വിടുവായത്തങ്ങളും ഈ തരത്തിലല്ലെങ്കിലും മറ്റൊരു തരത്തിലുള്ള കേരളത്തിനോടുള്ള അസ്പർശ്യതയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വേറൊരു വിടുവായൻ എന്ന് പറഞ്ഞാൽ വാ പോയ കോടാലി, PC ജോർജ് എന്നാണ് അയാളുടെ പേര്. ഇവനൊക്കെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിലിനകത്ത് ചെറിയ ഇടുങ്ങിയ താവളങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് ഇട്ടിരിക്കേണ്ടതാണ്. ഈ ശ്രീലങ്കയിലെ പുലികളെ ശിക്ഷിക്കാൻ വേണ്ടി അന്നത്തെ പട്ടാളം കുഴലു പോലെയുള്ള വലിയ
അത്യാവശ്യത്തിന് വായു മാത്രം കിട്ടുന്ന കുഴലിനകത്ത് ആളുകളെ താമസിപ്പിച്ചിട്ടുണ്ടെന്ന് ടി.ഡി. രാമകൃഷ്ണന്റെ ഒരു നോവലിൽ വായിക്കാനിടയായിട്ടുണ്ട്. ഇത്തരം കഠിനമായ ശിക്ഷകളാണ് കൊടുക്കേണ്ടത്. ശ്വാസം നേരെ പോകുവാൻ സമ്മതിക്കാത്ത തരത്തിലുള്ള ശിക്ഷയാണ് ഈ പി.സി. ജോർജന്മാർക്ക് കൊടുക്കേണ്ടത്. കാരണം ഇത്രമാത്രം മാരകമായ വിഷമാണ് ഈ വിഷജീവികൾ തുപ്പിക്കൊണ്ടിരിക്കുന്നത്, സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര തെറ്റാണ്! ഇത് വെറുക്കപ്പെടേണ്ടതാണ്. ഇത്തരം ആളുകളെ മനുഷ്യ സമൂഹത്തിൽ നിന്ന് പേ പിടിച്ച പട്ടിയെ പോലെ ആട്ടി ഓടിക്കേണ്ടതാണ്.